UDF സർക്കാരിൽ വീണ്ടും വഴിവിട്ട നിയമനത്തിന് നീക്കം. വനിതാ ശിശുവികസന വകുപ്പിൽ വിരമിച്ച ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതിന് ഡയറക്ടർ കത്ത് നൽകി. അങ്കണവാടി വെൽഫെയർ ഫണ്ട് ബോർഡിലേക്കാണ് കോൺഗ്രസ് സംഘടനാ നേതാവിന് പുനർനിയമനം. വിശദാംശങ്ങളുമായി MP ദേവൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ദേവൻ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ നിയമന വിവാദമൊക്കെ ഉന്നയിച്ച് വലിയ പ്രശ്നമുണ്ടാക്കിയ ആളുകളാണ്. അവരും അധികാരത്തിൽ വരുമ്പോൾ സ്വന്തം ആളുകൾക്ക് ഇത്തരത്തിലുള്ള വഴിവിട്ട നിയമനം നൽകുകയാണ്. അതെ രുജീഷ്, വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലാണ് ഇപ്പോൾ ഈ ചട്ടങ്ങൾ മറികടന്നുകൊണ്ടുള്ള നീക്കം അല്ലെങ്കിൽ നിയമനം ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ചും അങ്കണവാടി വെൽഫെയർ ഫണ്ട് ബോർഡിൽ വിരമിച്ച ഉദ്യോഗസ്ഥനെ വീണ്ടും നിയമിക്കാനാണ് ഇപ്പോൾ ഈ ഡയറക്ടർ നൽകിയിരിക്കുന്ന കത്തിന്റെ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വകുപ്പ് അതായത് യഥാർത്ഥത്തിൽ ഇതിന്റെ ചട്ടങ്ങൾ പ്രകാരം എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമനത്തിൽ ആ വകുപ്പിലേക്ക് വനിതാ ശിശു വികസന വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ പദവിയിൽ താഴെയില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സർവീസിൽ തത്തുല്യ പദവിയിലുള്ള മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നാണ് ചട്ടങ്ങൾ പറയുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ മുൻപ് അങ്കണവാടി വെൽഫെയർ ഫണ്ട് ബോർഡിൽ നിന്നും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ നിയമിക്കാനായി നീക്കം നടന്നിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും ഒരു കോൺഗ്രസിന്റെ സംഘടനാ നേതാവ് കൂടിയായിട്ടുള്ള T. ഗോപകുമാർ എന്ന വ്യക്തിക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ നിയമനം നടത്താനായി ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള കത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് വകുപ്പിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. ഇത്തരത്തിൽ വഴിവിട്ട നിയമനം നടത്തുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം ഏതായാലും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഈ ചട്ടങ്ങൾ മറികടന്നുകൊണ്ടുള്ള രുചീഷ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ രീതിയിൽ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പ്രതിഷേധമുയർത്തിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പലപ്പോഴായി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമങ്ങളിലടക്കം ഇത്തരത്തിൽ വഴിവിട്ട നിയമനങ്ങൾ, ബന്ധു നിയമനങ്ങളടക്കം നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ സമാനമായ രീതിയിൽ സർക്കാർ സംവിധാനങ്ങളിലേക്കും ഇത്തരത്തിൽ ബന്ധു നിയമനങ്ങൾ അല്ലെങ്കിൽ വഴിവിട്ട നിയമനങ്ങൾ നടത്തുന്നതാണ് UDF സർക്കാരിന്റെ നീക്കം. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലെ അങ്കണവാടി വെൽഫെയർ ഫണ്ട് ബോർഡിലെ ഉദ്യോഗസ്ഥനായിട്ട് ഇപ്പോൾ ഈ ഒരു നിയമനം നടത്താനുള്ള പുതിയ നീക്കം. രുജീഷ്, ശരി ദേവൻ, കോൺഗ്രസ് സംഘടനാ നേതാവിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വഴിവിട്ട നീക്കം ഇപ്പോഴത്തെ സർക്കാർ നടത്തുന്നത്.